മാരേജ് ടോക്കിൽ നമ്മളൊക്കെ ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നമുക്ക് സ്വയം അനുഭവമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു പ്രണയത്തിലാണ്, അഗാധ പ്രണയം വേറൊരാളോടുണ്ട്. പക്ഷെ നമ്മളുടെ വീട്ടുകാർ നിർബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നമുക്ക് വേറൊരു പെണ്ണ് കാണലിൽ നിൽക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ പെണ്ണ് കാണാൻ പോകേണ്ടി വരുന്നു. ഈ ഒരു അവസ്ഥ ഇതെങ്ങനെ തരണം ചെയ്യുന്നു? ഇപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എനിക്ക് എന്തായാലും അറിയില്ല, പക്ഷെ അതിനുള്ള ഉത്തരം ശ്രീ ജോർജ് കാടൻകാവിൽ സർ മാരേജ് ടോക്കിലൂടെ നിങ്ങൾക്ക് നൽകുന്നു. ഒരു കത്തുണ്ട്. സർ, ഞാനൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. ഇവളെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കില്ല എന്ന് വീട്ടിൽ നിർബന്ധമായി പറഞ്ഞു. പക്ഷേ വീട്ടുകാർ ഒരു കാരണവശാലും ഈ വിവാഹത്തിന് സമ്മതിക്കുകയില്ല എന്ന നിർബന്ധത്തിലാണ്. ഒടുവിൽ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരു പെൺകുട്ടിയെ കാണാനായിട്ട് പോവുകയുണ്ടായി. വളരെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. ഈ കുട്ടിയെ കണ്ടു കഴിഞ്ഞ ശേഷം എനിക്ക് മനസ്സിനാകപ്പാടെ ഒരു ചഞ്ചലിപ്പാണ്. എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത്? പുതിയ മേച്ചിൽപ്പഴങ്ങൾ തേടാനുള്ള വ്യഗ്രതയാണ് അനിയൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കൊരു പെൺകുട്ടിയോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹമാണെങ്കിൽ ആ പെൺകുട്ടിയേക്കാൾ വേറെ ഒരു പെണ്ണിനും സൗന്ദര്യം കൂടുതലുണ്ടെന്ന്, അല്ലെങ്കിൽ അവളേക്കാൾ മിടുക്കിയായ വേറൊരു പെണ്ണുണ്ടെന്ന് നിങ്ങൾക്കൊരിക്കലും തോന്നില്ല. ചുരുക്കത്തിൽ ഈ പെൺകുട്ടിയോട് നിങ്ങൾക്കുള്ള സ്നേഹം യഥാർത്ഥമാണോ അല്ലയോ എന്ന് സ്വയം വിശകലനം ചെയ്ത് തീരുമാനിക്കണം. കണ്ടു കിട്ടിയതിനേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ നിങ്ങളുടെ മനസ്സ് ഇളകിയെങ്കിൽ ഇനി ഇവളുമായി വിവാഹം നടന്നാൽ തന്നെ ഇവളേക്കാൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഇളകില്ല. എന്താണ് അതിനൊരു ഉറപ്പ്? അതുകൊണ്ട് അനിയ, സൗന്ദര്യം കൊണ്ട് ആരെ വിവാഹം കഴിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വരട്ടെ. മനസ്സിൻ്റെ ബന്ധം കൊണ്ട്, മനസ്സിന് തോന്നുന്ന അടുപ്പം കൊണ്ടായിരിക്കണം നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ നിശ്ചയിക്കാൻ.